ഹായ് എവരി വൺ, വെൽക്കം ടു ഇന്ത്യൻസ് അക്കാഡമി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ അനുച്ഛേദനം 12, അനുച്ഛേദനം 13, അനുച്ഛേദനം 14 അവിടം വരെയാണ് നമ്മൾ നോക്കിയത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ആശയം പഠിച്ചു. അപ്പോൾ അതിലേക്ക് 1-2 പോയിന്റ്സ് നമുക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് ആർട്ടിക്കിൾ 15 നമുക്ക് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 15 ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ പറഞ്ഞു എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം നമ്മൾ പറഞ്ഞത്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അതായത് നമ്മളുടെ മൗലിക അവകാശങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കോടതി രൂപേണ നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റും, അല്ലെ? അപ്പൊ ഈ കോടതി രൂപേണ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടൂൾ ആണ് എന്തെന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്, അല്ലെ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഉള്ള PSC എക്സാംസിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ്. അതായത് ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ടേം കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഡിഫൈനും ചെയ്തിട്ടില്ല, എവിടെയും മെൻഷനും ചെയ്തിട്ടില്ല. പക്ഷെ അതിന് പകരം എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? അതായത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയമുണ്ട്, പക്ഷെ അത് മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് നമ്മളുടെ അവകാശങ്ങൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോ ആർട്ടിക്കിൾ 14 പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരേ സമയം ഇന്ത്യൻ പൗരന്മാർക്കും ഉണ്ട്, അതേപോലെ തന്നെ വിദേശികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു അവകാശമാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14. അപ്പം അതിന്റെ കീഴിൽ ആരുടെയെങ്കിലും അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ഉപയോഗിക്കാം? ജുഡീഷ്യൽ റിവ്യൂ ഉപയോഗിക്കാം എന്ന് എവിടെ പറയുന്നുണ്ട്? എന്ന് ആർട്ടിക്കിൾ 13 പറയുന്നുണ്ട്. അതല്ലാണ്ട് പ്രോപ്പറായിട്ട് ഒരു നിർവചനം എവിടെ പറയുന്നില്ല, ആർട്ടിക്കിൾ 13 പറയുന്നില്ല. അപ്പം ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പം ഇതേ കണക്ക് അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു ഡെഫിനിഷൻസ് പറയാത്ത ഒരുപാട് ടേമുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വാക്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ ഇനി ഓരോ ആർട്ടിക്കിൾസ് പഠിക്കും തോറും നമ്മളത് ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ആർട്ടിക്കിൾ 15 ആണ്. അപ്പം നമ്മൾ ആർട്ടിക്കിൾ 14 തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു അത് എന്തിന്റെ കീഴിലാണ് പഠിക്കുന്നത്? റൈറ്റ് ടു ഇക്വാലിറ്റി. എന്താണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സമത്വ അവകാശമാണ്, അല്ലെ? അപ്പം ആർട്ടിക്കിൾ 14 അതിന്റെ കീഴിൽ നമ്മൾ വ്യക്തമായിട്ട് നോക്കി. ഇനി ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ തടയുക, അതായത് പ്രൊഹിബിറ്റ് ചെയ്യുക, വിവേചനം തടയുക. ഏതൊക്കെ ഗ്രൗണ്ടില്? റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ എന്ത് ചെയ്യുക? ഡിസ്ക്രിമിനേഷൻ തടയുക. അതായത് എന്താ പറയാ, മതപരമായിട്ടുള്ളത് അല്ലെങ്കിൽ ജാതിപരമായിട്ടോ അല്ലെങ്കിൽ ലിംഗഭേദമോ, അതേപോലെ തന്നെ ഒരു സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലോ, താമസിക്കുന്ന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള അധികാരം എവിടെ ഉറപ്പ് നൽകുന്നുണ്ട്? ആർട്ടിക്കിൾ 15 അല്ലെങ്കിൽ അനുച്ഛേദനം 15 ഉറപ്പ് നൽകുന്നുണ്ട്. അതാണ് അതിന്റെ നിർവചനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ആർട്ടിക്കിൾ 15 പ്രൊവൈഡ്സ് ഫോർ വാട്ട് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ മെയിൻ ഇന്റൻഷൻ അല്ലെങ്കിൽ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്ക്രിമിനേഷൻ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് നമ്മൾ ഭരണഘടനയിൽ എന്തെന്ന് പറയുന്നത് അനുച്ഛേദനം 15 എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അനുച്ഛേദനം 15 ആർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും? ശ്രദ്ധിക്കുക, അനുച്ഛേദനം 15 എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അത് എന്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നു? നമ്മൾ നേരത്തെ ആർട്ടിക്കിൾ 14 പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഒരേ സമയം ഇന്ത്യൻ പൗരന്മാർക്കും അതേപോലെ തന്നെ ഫോറിനേഴ്സിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇവിടെ ആർട്ടിക്കിൾ 15 വന്നപ്പോഴത്തേക്കും എന്താണ്? അത് അതായത് ഇന്ത്യൻ പൗരന് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെ? അതാണ് രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട പോയിന്റും റിപ്പീറ്റ് ചെയ്യുന്ന പോയിന്റും. ഇപ്പം കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസിലും ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ചോദ്യം ഇങ്ങനെയായിരുന്നു, അതായത് ഒരേ സമയം ഇന്ത്യൻ പൗരന്മാർക്കും ഫോറിനേഴ്സിനും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ആർട്ടിക്കിൾസ് ആണുള്ളത്? അപ്പം ഉത്തരം ആർട്ടിക്കിൾ 14 ആണ്. അപ്പോൾ ഒരു വ്യക്തത വേണം. ആർട്ടിക്കിൾ 14 രണ്ടു പേർക്കും, ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ്ലി ഫോർ ഇന്ത്യൻ സിറ്റിസൺസിന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ഇവിടെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ ഗ്രൗണ്ട്സുകൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രൗണ്ട്സുകൾ എടുത്തു പറഞ്ഞത്? അല്ലെങ്കിൽ നമുക്ക് വെറുതെ ആർട്ടിക്കിൾ 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് അല്ലെങ്കിൽ വിവേചനം എന്ന് നമുക്ക് മാത്രം പറഞ്ഞാൽ പോരെ? എന്തുകൊണ്ടാണ് അതിനുശേഷം നമ്മൾ കുറെ ഗ്രൗണ്ടുകൾ പറഞ്ഞത്? അതായത് അല്ലെങ്കിൽ കുറെ കാറ്റഗറികൾ പറഞ്ഞത്? അതായത് റിലീജിയൻ പറഞ്ഞു, അല്ലെങ്കിൽ റേസ് പറഞ്ഞു, കാസ്റ്റ് പറഞ്ഞു, സെക്സ് പറഞ്ഞു. അപ്പം
ഇങ്ങനെ കുറെ കാറ്റഗറികൾ പറഞ്ഞതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, അതായത് നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയിൽ അതായത് ഈ പറയുന്ന ഗ്രൗണ്ടുകളിലെ ഡിസ്ക്രിമിനേഷൻ മാത്രമേ പ്രൊഹിബിറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഈ ഫാക്ടേഴ്സ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള അധികാരം എവിടെ പറയുന്നില്ല, ആർട്ടിക്കിൾ 15 പറയുന്നില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. അതായത് നമ്മൾ പറഞ്ഞ റിലീജിയൻ, റേസ്, കാസ്റ്റ്, പ്ലേസ് ഓഫ് ബർത്ത്, സെക്സ് ഈ പറയുന്ന കാറ്റഗറി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് തടയുന്നില്ല, അല്ലെങ്കിൽ അവിടെ എന്ത് പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല, ഡിസ്ക്രിമിനേഷൻ തടയുന്നില്ല. അതാണ് ആർട്ടിക്കിൾ 15 ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയാണ് ബേസിക് ആയിട്ട് നമുക്ക് ആർട്ടിക്കിൾ 15 നോക്കേണ്ടത്. ബേസിക് ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞത്, ഒന്ന് ഡിസ്ക്രിമിനേഷൻ തടയുക, എവിടെ തടയുക, അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രൗണ്ടിൽ തടയുക. നമ്മൾ പറഞ്ഞ റിലീജിയൻ, റേസ്, കാസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മാത്രം തടയുക. പിന്നെ അതേപോലെ പറഞ്ഞു, അത് ആർക്ക് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവകാശമാണ് ആർട്ടിക്കിൾ 15. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു ഡിഫറൻറ്റ് ട്രീറ്റ്മെന്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഡിഫറൻറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വേണമെങ്കിൽ സ്റ്റേറ്റിന് ആരുടെയെങ്കിലും ഒരു അപ്ലിഫ്റ്റ്മെന്റ് അല്ലെങ്കിൽ അവരെ ഒരു സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റിയിലേക്ക് അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിസർവേഷൻസ് കൊടുക്കാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് റീസെന്റ് ആയിട്ടുള്ള 106 അമെൻമെന്റ് ആക്ട്. 106 അമെൻമെന്റ് ആക്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 106 അമെൻമെന്റ് ആക്ട് എന്താണ്? വുമൺ റിസർവേഷൻസ് ആണ്. അതായത് ലോകസഭയിലേക്ക് അവരുടെ അംഗസംഖ്യ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബില്ല് കൊണ്ടുവന്നത്. അപ്പോൾ ആക്ച്വലി അവിടെ എന്താണ് സംഭവിക്കുന്നത്? വുമൺ റിസർവേഷൻസ് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകസഭയുടെ അംഗങ്ങൾ കൂടുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താ ആർട്ടിക്കിൾ 15 പറഞ്ഞത്, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് സെക്സ് എന്ന് നമ്മൾ എടുത്തു പറഞ്ഞു അല്ലെ. അപ്പം ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്ക്രിമിനേഷൻ അല്ല നടക്കുന്നത്, ഇവിടെ എന്താണ് ഒരു ഡിഫറൻറ്റ് ട്രീറ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, മെൻസിനേക്കാളും കൂടുതൽ അംഗബലങ്ങൾ വുമൻസ് കുറവായതുകൊണ്ട് അവരെയും കൂടി ഈ പറയുന്ന പാർലമെന്റിലേക്കും അല്ലെങ്കിൽ നമ്മളുടെ നിയമസഭകളിലേക്കും കൂടുതൽ അവരെ അംഗബലം കൂട്ടുക, അല്ലെങ്കിൽ അവർക്കും കൂടി ഒരു എന്താ പറയാ ഈ പറയുന്ന റൈറ്റ്സുകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറൻറ്റ് ട്രീറ്റ്മെന്റ് എന്ന രീതിയിലാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, 106 അമെൻമെന്റ് കൊണ്ടുവന്നത്. അപ്പം അത് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, അതൊരു പോസിറ്റീവ് മെഷർ ആയിട്ട് പറയാൻ പറ്റും. അതായത് നമ്മൾ ആർട്ടിക്കിൾ 15 കീഴിൽ ഒരു എക്സെപ്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് എക്സെപ്ഷൻ? അതായത് സ്റ്റേറ്റിന് വേണമെങ്കിൽ റീസണബിൾ റിസ്ട്രിക്ഷൻസ്, അതായത് റീസണബിൾ ആയിട്ടുള്ള അതായത് നിയന്ത്രിതമായിട്ടുള്ള കാര്യങ്ങൾ, മീൻസ് ചില കാര്യങ്ങളിൽ ഒരു പർട്ടിക്കുലർ കാറ്റഗറി താഴെത്തട്ടി കിടക്കുകയാണ്, സോ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്റ്റേറ്റിന് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരവും എവിടെ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട്. അപ്പം ഒരേ സമയം ആർട്ടിക്കിൾ 15 ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്, അതേസമയം തന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതായത് ആർട്ടിക്കിൾ 13 കീഴിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു എന്താണ് സ്റ്റേറ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്താ സ്റ്റേറ്റ് എന്നുള്ളത്? പാർലമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാവാം, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സംസ്ഥാന സർക്കാരാവാം, അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളാവാം, അല്ലെങ്കിൽ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാവും. എന്തിനെ നമുക്ക് ഏത് കാറ്റഗറിയിൽ കൊണ്ടുവരാൻ പറ്റും? സ്റ്റേറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷൻസിന്റെ കീഴിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇവർക്ക് ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന കീഴിൽ എന്ത് കൊണ്ടുവരാൻ പറ്റും? ഈ പറയുന്ന ഒരു താഴെത്തട്ടി കിടക്കുന്ന ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള മെഷേഴ്സ് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആർട്ടിക്കിൾ 15 നോക്കേണ്ടതും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പോയിന്റ്സുകളാണ് ഇതൊക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ഒന്ന്, ആർട്ടിക്കിൾ 15 നമ്മൾ പറഞ്ഞു എന്താണ്, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ് അല്ലെ. എന്നിട്ട് നമ്മൾ കുറെ ഗ്രൗണ്ട്സുകൾ പറഞ്ഞു. രണ്ടാമതായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്, അതായത് ഈ റൈറ്റ് ആരൊക്കെ എൻജോയ് ചെയ്യുന്നത്? ഇന്ത്യൻ പൗരന്മാർ മാത്രമാണ് അത് എൻജോയ് ചെയ്യുന്നത് അല്ലെ. മൂന്നാമതായിട്ട് പറഞ്ഞു സ്റ്റേറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാറ്റഗറി, അത് എന്തും ആവാം. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു, അതായത് ബേസ്ഡ് ഓൺ സെക്സ് എന്ന രീതിയിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ റീസെന്റ് ആയിട്ട് ഒരു വുമൺ റിസർവേഷൻസ് ബില്ല് കൊണ്ടുവന്നു. അപ്പൊ ഈ വുമൺ റിസർവേഷൻസ് ബില്ല് എന്ന് പറയുന്നത് അത് പോസിറ്റീവ് മെഷർ ആണ്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അധികാരവും കൂടി സ്റ്റേറ്റിന് എവിടെ കൊടുക്കുന്നുണ്ട്? നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 15 കീഴിൽ നമ്മൾ പഠിക്കുന്ന ഹെഡിങ് റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വ അവകാശത്തിന്റെ കീഴിൽ ഉറപ്പ് വരുത്തുന്നുണ്ട് അല്ലെങ്കിൽ എൻഷുർ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ആർട്ടിക്കിൾ 15 നോക്കാനുള്ളത്. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 15 വ്യക്തമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ആർട്ടിക്കിൾ 16 ആണ്. അപ്പം ആർട്ടിക്കിൾ 16 ഏകദേശം ആർട്ടിക്കിൾ 15 പോലെ തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 16 ആർക്ക് മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതായത്
ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവകാശമാണ് അല്ലെങ്കിൽ ഒരു റൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 16 അല്ലെ. ഇനി എന്താണ് ആർട്ടിക്കിൾ 16? ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് എന്താണ്? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. അതായത് പൊതുസ്ഥാപനങ്ങളിൽ പബ്ലിക് എംപ്ലോയ്മെന്റിന് എല്ലാവർക്കും ഒരേപോലെ അവസരം. അതാണ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. അതായത് ഈ പബ്ലിക് എംപ്ലോയ്മെന്റ്, അതായത് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഈ ഗവൺമെന്റ് എക്സാംസ് അതൊക്കെ എഴുതാനുള്ള അല്ലെങ്കിൽ ആ അവസരങ്ങൾ എല്ലാവർക്കും എഴുതാൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള അവകാശങ്ങൾ, ഇതെല്ലാമാണ് എവിടെ പറയുന്നത്? ആർട്ടിക്കിൾ 16 പറയുന്നത് അല്ലെ. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ PSC എക്സാം എടുക്കുകയാണെങ്കിൽ PSC എക്സാം എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് എവിടെ പറയുന്നത്? ആർട്ടിക്കിൾ 16 കീഴിൽ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ കീഴിൽ പറയുന്നത്. പക്ഷേ അതേസമയം ശ്രദ്ധിക്കണം, നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞു, അതായത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ്, എല്ലാവർക്കും അവസരമുണ്ട്. പക്ഷെ ഇതിനകത്തൊരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഈ അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കുമാണോ? അല്ല, എല്ലാവർക്കും അല്ല ഈ ഒരു അവസരം ഉള്ളത്. അതായത് ചില ആൾക്കാർക്ക് ചിലത് ചെയ്യാൻ പറ്റത്തില്ല, ചില ആൾക്കാർക്ക് ചിലത് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഒരു ദേവസ്വം ബോർഡ് ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ, ദേവസ്വം ബോർഡിന്റെ എക്സാം എടുക്കുകയാണെങ്കിൽ അത് ഹിന്ദുസിന് മാത്രമാണ് എഴുതാൻ പറ്റുന്നത് അല്ലെ. അതേപോലെ തന്നെ ഒരു MBBSന്റെ ബേസ് ചെയ്തൊരു എക്സാം എഴുതുകയാണെങ്കിൽ അത് ഡോക്ടേഴ്സിന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ അല്ലെ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഡിഗ്രി ഫിലിംസ് അല്ലെങ്കിൽ SIയുടെ ഒരു പരീക്ഷ എഴുതണമെങ്കിൽ എന്ത് വേണം? അതിനൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അല്ലെ. PSCയുടെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമാണ് എന്ത് എഴുതാൻ പറ്റുന്നത്? ഡിഗ്രി ഉള്ളവർക്ക് മാത്രമാണ് ഇപ്പൊ SI അല്ലെങ്കിൽ സെക്രട്ടറി ടെസ്റ്റ് പോലെയുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനും ആ എക്സാം എഴുതാനും പറ്റത്തുള്ളൂ. അപ്പം എല്ലാവർക്കും അവസരമുണ്ട്. പക്ഷെ ആ അവസരം എന്ന് പറയുന്നത് ആ അവസരം എൻജോയ് ചെയ്യണമെങ്കിൽ അതിനൊരു പ്രത്യേക ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പം ആ ഒരു ക്വാളിഫിക്കേഷൻസ് പല രീതിയിൽ സ്റ്റേറ്റിന് നിർണ്ണയിക്കാം. അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ ആണ് എന്തെന്ന് പറയുന്നത്? എഡ്യൂക്കേഷൻ വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഈ ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ എക്സാം എഴുതാൻ പറ്റും. അപ്പൊ ആ ഡിഗ്രി ഉള്ള എല്ലാവർക്കും ആ ഒരു അവസരമുണ്ട്. അതാണ് പ്രത്യേകത. അതായത് അവസരങ്ങളുണ്ട്, പക്ഷെ അതിനൊരു ഇത് പറയുന്നുണ്ട്. അതായത് ഇപ്പം ഡിഗ്രി ഉണ്ട്, ഡിഗ്രി ഉള്ള എല്ലാവർക്കും എന്ത് ചെയ്താൻ പറ്റും? സെക്രട്ടറിയേറ്റ് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള എല്ലാവർക്കും എന്ത് ചെയ്താൻ പറ്റും? എക്സൈസ് ഇൻസ്പെക്ടർ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാംസ് എഴുതാൻ പറ്റും. അപ്പൊ അതിനകത്തൊരു ഡിഫറൻസിയേഷൻ ഇല്ല. അതായത് ഇപ്പം BCom വേണമെന്നോ അല്ലെങ്കിൽ BTech വേണമെന്നോ അല്ലെങ്കിൽ MBBS വേണമെന്നോ ഇല്ല. അപ്പം കോമൺ ആയിട്ട് ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്, അതായത് സ്റ്റേറ്റ് പറയുന്നതാണ്. അപ്പം ഇതേപോലെ തന്നെയാണ് എല്ലാ എക്സാംസ് എടുത്താലും അല്ലെ. ഇപ്പൊ നമ്മൾ കേന്ദ്ര സർക്കാർ എടുത്താലും ഇപ്പൊ UPSC ആണെങ്കിൽ എല്ലാത്തിനും എന്താണ്? സിവിൽ സർവീസ് എഴുതാനാണെങ്കിൽ എന്താണ് വേണ്ടത്? ഡിഗ്രി എക്സാം വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലെ. അപ്പം അതുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും ഡിഗ്രി ഉള്ള എല്ലാവർക്കും ഒരേപോലെ അവസരം. ഇതാണ് എന്തിൽ പറയുന്നത്? ആർട്ടിക്കിൾ 16 പറയുന്ന ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 2 ആർട്ടിക്കിൾസ് ആണ് പഠിച്ചത്. ഒന്ന് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 എന്ന് പറയാൻ ഡിസ്ക്രിമിനേഷൻ ആണെന്ന് പറഞ്ഞു. അവിടെയും സ്റ്റേറ്റിന് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ട് ഒരു താഴെത്തട്ടി കിടക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കാറ്റഗറി റിലീജിയൻ റേസിൽ കിടക്കുന്ന ഏതെങ്കിലും കാറ്റഗറിയുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ അവിടെ ഡിസ്ക്രിമിനേഷൻ എന്നുള്ള വേർഡല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഡിഫറൻറ്റ് ട്രീറ്റ്മെന്റ് ആണ്. കാരണം അവർക്ക് പ്രത്യേക ഒരു കരുതൽ വേണം, പ്രത്യേക ഒരു സംരക്ഷണം വേണം. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ അനുച്ഛേദനം 16 പറഞ്ഞു. അനുച്ഛേദനം 16 നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു പബ്ലിക് എംപ്ലോയ്മെന്റ് ആണ്. അതായത് പൊതുസ്ഥാപനങ്ങളിൽ നമുക്ക് എന്താ എല്ലാവർക്കും ഒരേപോലെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് എക്സാംസിലൊക്കെ നമുക്ക് എഴുതാനുള്ള അവസരം. ഈ അവസരം എന്ന് പറയുന്നത് എല്ലാവർക്കും അല്ല, ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയക്ക് അകത്തുള്ള എല്ലാവർക്കും ഒരേപോലെയുള്ള അവസരങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 15, 16 വ്യക്തമായി നോക്കി അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസും കാര്യങ്ങളും ഒക്കെ നോക്കി. അതിനോടൊപ്പം തന്നെ നമ്മൾ 106 അമെൻമെന്റ് ആക്ടും നമ്മൾ ചർച്ച ചെയ്തു അല്ലെ. ഇനി നമുക്കുള്ളത് ആർട്ടിക്കിൾ 17 ആണ്. എന്താണ് ആർട്ടിക്കിൾ 17? ആർട്ടിക്കിൾ 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അതായത് അയിത്ത നിരോധനമാണ്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്നാണ് നമ്മൾ ആർട്ടിക്കിൾ 17 പറയുന്നത്. ഇതും എന്തിന്റെ കീഴിൽ വരുന്നുണ്ട്? ഹെഡിങ് പറഞ്ഞു പോയത് റൈറ്റ് ടു ഇക്വാലിറ്റി, അതായത് സമത്വ അവകാശത്തിന്റെ കീഴിലാണ് നമ്മൾ എന്തും പഠിക്കുന്നത്. അനുച്ഛേദനം 17, അതായത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയിത്ത നിരോധനം എന്ന് പറയുന്നത് നമ്മൾ എവിടെ പഠിക്കുന്നു? ആർട്ടിക്കിൾ 17 അല്ലെങ്കിൽ അനുച്ഛേദനം 17 കീഴിൽ പഠിക്കുന്നുണ്ട്. ഇനി എന്താണ് ഈ അനുച്ഛേദനം 17 അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, ഞാൻ നേരത്തെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ടേം എവിടെയും ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു വേർഡ് എവിടെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനൊരു പ്രോപ്പർ ആയിട്ടൊരു നിർവചനം എവിടെയും പറയുന്നില്ല അല്ലെ.
നേരെ മറിച്ച് എന്താണ് പറയുന്നത്, അതായത് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് നമ്മളെ പണ്ട് കാലം അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രാചീന കാലഘട്ടമൊക്കെ എടുത്താൽ, നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യ ആ ഒരു മിഡീവൽ കാലമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയില് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മള് അല്ലെങ്കിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ അംബേദ്കർ പോലെയുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ശില്പികൾ എന്നറിയപ്പെടുന്ന ആളുകൾ ചെയ്ത സമയത്ത് ഭാവിയിൽ ഇനിയും എന്ത് വരാൻ സാധ്യതയുണ്ട്, ഈ പറയുന്ന അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നിയമം വേണം, അല്ലെങ്കിൽ ഒരു പ്രൊവിഷൻ വേണം. അതിന്റെ കീഴിലാണ് ആർട്ടിക്കിൾ 17 ആ സമയത്തെ ഭരണ നിർമ്മാണ സഭ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കൈയടിച്ച് പാസ്സാക്കിയത്. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി നമ്മൾ പാസ്സാക്കിയത്. അപ്പം ഭാവിയിൽ ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു അയിത്ത നിരോധനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അയിത്തം എന്ന് പറയുന്ന ഒരു ആശയം ഇനി നമ്മളുടെ ഭാവിയിൽ നമ്മളുടെ ഇന്ത്യയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോം ചെയ്തത്, ആർട്ടിക്കിൾ 17 കീഴിൽ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന രീതിയിൽ ഫോം ചെയ്തത് അല്ലെ. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റുകൾ ഉണ്ട്, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ കുറച്ച് ഡെപ്തിൽ നോക്കും. അതായത് ഒന്നാമത്തെ കാര്യം, ഇത് ഈ അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികൾ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഏർപ്പെടുവാണെങ്കിൽ സ്റ്റേറ്റിന് നിയമം കൊണ്ടുവന്നിട്ട് അവരെ തടയാൻ പറ്റും. അതായത് ഈ പറയുന്ന അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ അയിത്തപരമായിട്ടുള്ള പ്രാക്ടീസസ് ആരെങ്കിലും ഒക്കെ ചെയ്യുവാണെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആര് വേണമെങ്കിലും ആവാം അല്ലെ, പാർലമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ആര് വേണമെങ്കിലും ആവാം, അവർക്ക് നിയമം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നൊരു നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. അപ്പൊ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഒരു വ്യക്തത വേണം. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 17 ബന്ധപ്പെട്ടതാണെന്നും, അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി, അങ്ങനെയും ചോദിക്കാം. ഒന്ന് ആർട്ടിക്കിൾ 17 ബന്ധമുണ്ടോ, അല്ലെങ്കിൽ റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ ഹെഡിങ്ങിലാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കാം അല്ലെ. അപ്പം പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫോം ചെയ്തതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് അത് ഫോം ചെയ്തത്? അതായത് ഒരു സ്വകാര്യ വ്യക്തികൾ ഈ പറയുന്ന പ്രാക്ടീസസിൽ ഏർപ്പെടുകയാണ്, അല്ലെങ്കിൽ ആർക്കെതിരെയെങ്കിലും അങ്ങനത്തെ പ്രാക്ടീസസ് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ അവരെ തടയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് നിയമം കൊണ്ടുവന്നത് അല്ലെ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, ഇനി സ്റ്റേറ്റ് ആണെങ്കിലും ഇത് വയലേറ്റ് ചെയ്യുന്നത്, നമ്മൾ സ്വകാര്യ വ്യക്തികൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റിന് നിയമം കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതേപോലെ ഇനി സ്റ്റേറ്റ് ആണ് വയലേറ്റ് ചെയ്യുന്നതെങ്കിൽ റിറ്റ് പുറപ്പെടുവിക്കാം അല്ലെ. നമ്മൾ പറഞ്ഞു കോടതി രൂപേണ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആശയങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് തുടക്കത്തിലെ നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം ആ രീതിയിൽ സ്റ്റേറ്റ് ആണ് വയലേറ്റ് ചെയ്യുന്നതെങ്കിൽ സുപ്രീം കോടതിക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ആരുടെ റൈറ്റ് ആണോ വയലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരുടെ അവകാശങ്ങളാണോ ലംഘിക്കപ്പെടുന്നത്, അവരെ അല്ലെങ്കിൽ അവരുടെ റൈറ്റ് തിരിച്ച് അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആർട്ടിക്കിൾ 17 ബന്ധപ്പെട്ട് നോക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുക എന്ന് പറയുന്നതാണ് അയിത്ത നിരോധനം. പിന്നീട് അതിനകത്ത് 2 പ്രൊവിഷൻസ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത്? അതായത് ഒന്ന്, സ്റ്റേറ്റിന് നിയമം കൊണ്ടുവരാൻ പറ്റും സ്വകാര്യ വ്യക്തികൾ ഇത് ലംഘിച്ചു കഴിഞ്ഞാൽ. അതിന്റെ പേരിൽ നമ്മളൊരു ആക്ട് പറഞ്ഞു, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന വേർഡ് നമ്മൾ എവിടെയും പരാമർശിച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഒരു നിർവചനം, പ്രോപ്പർ ആയിട്ടുള്ളൊരു നിർവചനം നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഇനി സ്റ്റേറ്റ് ആണ് ഈ പറയുന്ന ഒരു ഈ ഒരു അൺടച്ചബിലിറ്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ലംഘനങ്ങൾ നടത്തുന്നെങ്കിൽ സുപ്രീം കോടതി വഴി നമുക്കത് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പം അത്രയാണ് ആർട്ടിക്കിൾ 17 നോക്കാനുള്ളത് അല്ലെ. ഇനി നമുക്കുള്ളത് നമ്മളുടെ റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്ന ഏറ്റവും അവസാനത്തെ ആർട്ടിക്കിൾ. നമ്മൾ സമത്വ അവകാശത്തിന് കീഴിൽ നമ്മൾ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 17 പഠിച്ചു. ഇനി അതിന്റെ കീഴിൽ പഠിക്കുന്ന ഏറ്റവും അവസാനത്തെ ആർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത്, അനുച്ഛേദനം 18, ആർട്ടിക്കിൾ 18. അപ്പം എന്താണ് ആർട്ടിക്കിൾ 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അതായത് എന്താ പറയാ, പാരമ്പര്യമായിട്ട് കിട്ടുന്ന ടൈറ്റിൽസുകൾ നിരോധിക്കപ്പെട്ടു. അതായത് ഉദാഹരണത്തിന് പണ്ട് കാലത്ത് ഇതുണ്ടായി, നമ്മൾ പാരമ്പര്യമായിട്ട് ഇപ്പം രാജാക്കന്മാർക്ക് കിട്ടി വരുന്ന സാധനങ്ങളുണ്ട്. അതായത് ഇപ്പം ഒരു രാജാവിന് ഒരു പേരുണ്ടെങ്കിൽ മോനെയും ആ ഒരു രാജാവിന്റെ ഒരു ടൈറ്റിലിന്റെ കൂടെ ചേർത്തായിരിക്കും നമ്മൾ അറിയപ്പെടുന്നുണ്ടാവുക അല്ലെ. അപ്പൊ നമ്മൾ ഭരണഘടന രൂപീകരിച്ചതിന് ശേഷം നമ്മൾ എന്ത് പറഞ്ഞു, ഇനി മുതൽ ആർട്ടിക്കിൾ 18 കീഴിൽ നമുക്ക് ഇതേപോലെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ടൈറ്റിൽസ് ഒന്നും പേരിന്റെ കൂടെ വെക്കാൻ പറ്റത്തില്ല.
സോ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, ആർട്ടിക്കിൾ 18 കൊണ്ടുവന്നത്. ഇവിടെയും ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ടൈറ്റിൽസ് വെക്കാൻ പറ്റത്തില്ല, പക്ഷെ നേരെ മറിച്ച് നമുക്ക് എന്ത് വെക്കാൻ പറ്റും, അതായത് നമുക്ക് അക്കാഡമിക് ആയിട്ട് കിട്ടുന്ന ടൈറ്റിൽസ്, ഉദാഹരണത്തിന് ഡോക്ടർ, എഞ്ചിനീയർ, ഇങ്ങനത്തെയുള്ള ടൈറ്റിൽസ് വെക്കുന്നതിന് എവിടെ നിരോധനം പറയുന്നില്ല, ആർട്ടിക്കിൾ 18 പറയുന്നില്ല. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ആർട്ടിക്കിൾ 18 പറയുന്നത് എന്താണ്, ഈ പറയുന്ന പാരമ്പര്യമായിട്ട് കിട്ടുന്ന ടൈറ്റിൽസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രൊഹിബിറ്റ് ചെയ്യുന്നുള്ളൂ. നേരെ മറിച്ച് അക്കാഡമിക് ടൈറ്റിൽസ് ഒരു സിറ്റിസണിന് എന്ത് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായാലോ? അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ടൈറ്റിൽസ് മാത്രമേ നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്യപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ അത് അബോളിഷ് ചെയ്യുന്നുള്ളൂ. അതല്ലാണ്ട് നമുക്ക് അക്കാഡമിക് ആയിട്ട് കിട്ടുന്ന ടൈറ്റിൽസ് എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇത് ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒരു വട്ടം പ്രീവിയസ് ഇയർ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഒരു ഇന്ത്യൻ പൗരൻ ഒരു ഫോറിൻ സ്റ്റേറ്റിൽ, അതായത് ഇപ്പോൾ ഒരു അമേരിക്കയിൽ അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പം ഉദാഹരണത്തിന് ഇപ്പം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ആ വ്യക്തിയുടെ ഒരു സർവീസിന് എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ടൈറ്റിൽ പുള്ളിക്ക് സ്വന്തം അഭിപ്രായത്തിൽ ആ ഒരു ടൈറ്റിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ എന്താ പറയാ, എന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ഇവിടുത്തെ നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് അയക്കുകയാണ് അല്ലെ. അപ്പൊ ഞാൻ അവിടെ ഒരു 2 വർഷം സേവനം അനുഷ്ഠിക്കുന്നു വിചാരിച്ചോ അല്ലെ. അപ്പൊ ഞാൻ എന്റെ 2 വർഷത്തെ സർവീസിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവരെനിക്ക് എന്തെങ്കിലും ടൈറ്റിൽസ് തരുവാന്നുണ്ടെങ്കിൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ കൺസേൺ വേണം. ഭയങ്കര ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒരു വട്ടം പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ്, ഞാൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു ഫോറിൻ സ്റ്റേറ്റ്, ഉദാഹരണത്തിന് അമേരിക്കയോ UK അവിടെ പോവുകയാണെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ടൈറ്റിൽസ് അവിടുത്തെ ഗവൺമെന്റ് എനിക്ക് തരുവാന്നുണ്ടെങ്കിൽ അത് ഞാൻ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം, എനിക്കത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, പ്രസിഡന്റിന്റെ കൺസേൺ വേണം. എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന്റെ സമ്മതം വേണം. അപ്പം നമ്മൾ ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് പഠിക്കുന്നതിന്റെ കൂട്ടത്തില് നിങ്ങൾ ഈ ഒരു പോയിന്റും കൂടി നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കണം. ഇനി വരുന്ന എക്സാംസിനൊക്കെ, അതായത് ഡിഗ്രി മെയിൻസിനൊക്കെ ആണെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗം തന്നെ PSCക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് PYQs നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിനെ കീഴിൽ തന്നെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു അനുച്ഛേദനമാണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. അപ്പം അതിന്റെ കീഴിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. അപ്പം നമുക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഒന്ന് സമ്മറൈസ് ചെയ്യാം അല്ലെ. നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു, അതായത് ആർട്ടിക്കിൾ 15 നമ്മൾ ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ട് ചർച്ച ചെയ്തു. പിന്നീട് ആർട്ടിക്കിൾ 16 നമ്മൾ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, പബ്ലിക് എംപ്ലോയ്മെന്റിൽ ആർക്കൊക്കെ അവസരങ്ങളുണ്ട്, അതിന് നമ്മൾ എന്തെങ്കിലും സ്റ്റേറ്റിന് എക്സെപ്ഷൻസ് കൊണ്ടുവരുന്നുണ്ടോ, അത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരാന്ന് നമ്മൾ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ നമ്മൾ അതിനുശേഷം ഡിസ്കസ് ചെയ്ത് എന്താണ് ആർട്ടിക്കിൾ 17 അല്ലെ. ആർട്ടിക്കിൾ 17 എന്തെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു, എന്താണ് അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ അയിത്ത നിരോധനമാണ്. പിന്നെ ആർട്ടിക്കിൾ 18 നമ്മൾ എന്ത് പറഞ്ഞു, അതായത് ടൈറ്റിൽസ്, എന്ത് ടൈറ്റിൽസ് ആണ്, പാരമ്പര്യമായിട്ട് ഫോളോ ചെയ്യുന്ന ടൈറ്റിൽസ്, ഉദാഹരണം രാജാക്കന്മാർ വെക്കുന്ന ടൈറ്റിൽസ് ഒന്നും ഇനി വെക്കാൻ പറ്റത്തില്ല. നേരെ മറിച്ച് എന്ത് അലോഡ് ആണ്, അക്കാഡമിക് പരമായിട്ട് നമ്മളുടെ മെറിറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന, മെറിറ്റോറിയസ് ആയിട്ട് കിട്ടുന്ന ടൈറ്റിൽസ് നമുക്ക് വെക്കുന്നതിന് എന്ത് വിലക്കില്ല, ആർട്ടിക്കിൾ 18 അല്ലെങ്കിൽ അനുച്ഛേദനം 18ന്റെ കീഴിൽ വിലക്കില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം നമ്മൾ ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ ഉള്ളതിന് നമ്മൾ എന്തെന്ന് പറഞ്ഞായിരുന്നു, റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വ അവകാശമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം ഇതോട് കൂടിയിട്ട് സമത്വ അവകാശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് ആർട്ടിക്കിൾ 19 ആണ്. അപ്പം അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കും. ഓക്കെ, താങ്ക് യു.